ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി പാലും തേങ്ങയും വെച്ചിട്ടുണ്ടാക്കാവുന്ന നല്ലൊരു തേങ്ങാപ്പാൽ കട്ടയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ ഇതാ ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാലൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പാലിതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വെച്ച് കൊടുക്കട്ടെ, ഒന്ന് കുറുകി കിട്ടട്ടെ. പാലെടുക്കുമ്പോൾ എപ്പോഴും ഒന്ന് ഫുൾ ഫാറ്റ് പാലെടുക്കാൻ വേണ്ടി നോക്കണേ, എന്നാലേ പെട്ടെന്നൊന്ന് കുറുകി വരുള്ളൂ കേട്ടോ. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് പഞ്ചസാര നോർമൽ മധുരമായിരിക്കും കേട്ടോ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കട്ടെ. ഒന്നും കൂടെ കുറുക്കിയെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കോക്കനട്ട് പാലിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണേ. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു സ്നാക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് കാശ് കൊടുക്കണം കേട്ടോ. അതേസമയം നമുക്ക് വീട്ടിൽ നിന്ന് കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ഡ്രൈ ആക്കി എടുക്കണം. ഇത്രയും മതി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പം ഞാൻ ഈ ബൗളിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയിട്ട്, ഒരുപാടങ്ങ് ചൂടാറുണ്ട്. കയ്യിൽ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിലുള്ള ചൂട് വേണം കേട്ടോ. ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഒന്ന് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുക്കാം. ഈ കുറച്ചൊരു കളറിനും ഭംഗിക്കും വേണ്ടി കുറച്ച് സാഫ്രോൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിർബന്ധമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എളുപ്പമല്ല ഇപ്പോൾ ഇതുണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.